Thank you so much for that 10 Canadian share. $10. Abin bro, 130k congrats bro എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ റെഡിയാണോ? ഇനി നമ്മൾ ശരിയായ കളി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അടുത്ത കളി നമ്മൾ അടിക്കുകയാണ്. നമ്മൾ ആ ബാക്ക് ടു ബാക്ക് ഡിന്നർ അടിച്ചില്ലേ, അതിലോട്ട് നമ്മൾ ലോക്കോയിൽ 200k അടിച്ചു. എന്തിനാണ് എന്തോ തരകണ അണ്ണ, ഞാൻ പിന്നെ വന്ന എണ്ണാണ്. നീ പോയെന്തിന്? ഇവിടെ തന്നെ ഇരി. ഞാൻ ഒരു ഓറഞ്ച് കൂടെ കടിച്ചിട്ട് വരാം. ഓക്കെ, എന്തിനാ കടിക്കുന്ന പറയുന്ന കേട്ടാള്. വാടാ, നിനക്കൊക്കെ മുട്ട ഉണ്ടെങ്കിൽ വാടാ എന്റെ അടുത്ത്. മുട്ടാൻ ധൈര്യം വാടാ, വാടാ നീക്കാം. സരകണ മറ്റേത് കാണിക്കണ, അത് തന്നെ കാണിക്കണ. ബാബു നിന്റെ സാധനം കാണിച്ചാണ്. അത് നാണക്കേടാ, എന്നാലും കുഴപ്പമില്ല. നാണക്കേടാണോ കാണിക്കാൻ? അല്ല നോക്കിയേ ബാബു മെമ്പർഷിപ്പിന് 1 to 150 rupees ആണ് റേറ്റ് ആണ്. അല്ല അങ്ങനെയല്ല. നമ്മളെ നോർമൽ മെമ്പർഷിപ്പുകൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള ഓരോ റേറ്റിന് ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണോ? അത് എങ്ങനെ സെലക്ട് ചെയ്യുന്നേ? എന്റെ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞ അത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 29 so much bro for the membership gift. ആദിത്യ പ്രകാശ് ബ്രോ. ഗയ്സ്, അപ്പോൾ ഇനി 373 അല്ല സോറി 371 73 ഉണ്ടോ? 329 അല്ലേ ഞാൻ അടിച്ചത്. ഓക്കെ ഗയ്സ്, അപ്പം ഇനി 370 മെമ്പേഴ്സ് കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ 1K കംപ്ലീറ്റ് ആക്കും ഗയ്സ്. 370 മോർ എല്ലാവരും സപ്പോർട്ട് ഗയ്സ്. എൻ്റെത് 89 ആണ് കാണിക്കുന്നത് ഗിഫ്റ്റഡ്. സത്യത്തിൽ അതെ, ഓരോരുത്തർക്കും ഓരോന്നാണ്. കുഞ്ഞാപ്പു ഗെയിമിംഗ് ബ്രോ, താങ്ക് യു ഫോർ ദ 10 Southern Reals. കൺഗ്രാറ്റ്സ് 130k. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇന്നലെ മറ്റേ അമിത് ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്തപ്പോൾ ഉടനെ അങ്ങ് ഡയറക്ടർ ആക്കില്ലടാ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, എൻ്റെ ഒരു വിശ്വാസത്തിൽ ഡയറക്ടർ ഒന്നും കൂടി ആയിരുന്നു വിചാരിച്ചിരുന്നത്. എനിക്ക് മാറിപ്പോയി ഇത്. അല്ല, പുള്ളി പടത്തിന് അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം. 200 പേരെ ഡയറക്ടറും പുള്ളിയാണെന്നാണ് വിചാരിച്ചത്. അതാണ് എനിക്ക് ഒരു അബദ്ധം. 200 പേരോ? കാരണം ഇത് ബെന്നി എന്ന് പറയുന്ന ഓർമ്മയില്ലേ, ബെന്നിയുടെ ഫ്രണ്ട് അമിത് അഭിനയിച്ച അമിത്തിന്റെ പടം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഡയറക്ഷനും പുള്ളിയാണെന്ന് വിചാരിച്ചു. ഞാൻ അതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. 28 ഇത് ഭയങ്കര ആളാണ് അവിടെ. ബ്രോ ഞാൻ ട്രൈ ചെയ്യാം ബ്രോ. പാടാണ്, ഞാൻ പറഞ്ഞില്ലേ. പാട്ട് ചെല്ലിച്ചാൽ പോയി. പാടല്ല, നമ്മള് വണ്ടി ഓടിച്ചോണ്ട് പോകണം. പ്രണവ് ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. വേറെ ആരും എടുത്തായിരുന്നു എന്തായാലും. വണ്ടി ഓടിച്ചോണ്ട് പോകണോ? അംജാദ് ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. വണ്ടി ഓടിച്ചോണ്ട് ഈ പാട്ടും പാടിക്കൊണ്ടിടണം. ആസിഫ് സവാദ് ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് എല്ലാം ഞാൻ വായിക്കാണ്. ഇതും ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ട്. ഹെൽമെറ്റ് എല്ലാം ഉണ്ടെങ്കിൽ പറയോ? ലെവൽ 2 ഇവിടെ ചാടിയേ. എവിടെ 3 ഷോട്ടർ അവൻ ആരും അടിച്ചില്ല. ഇവിടെ ഒരുത്തുണ്ട്. ആ വീട്ടിൻ്റെ അകത്ത് മഞ്ഞ വീട്ടിൻ്റെ അകത്ത് ഒരുത്ത കയറിയുണ്ട്. അവന് 3 ഷോട്ടും ഉണ്ട്. ഒരാളോട് അടിച്ചെന്ന് ചത്തേനെ. ചുറ്റപ്പെട്ട് സ്മോക്ക് ഇട്ട കറങ്ങോ അതിൻ്റെ അകത്തെ ഫ്ലാങ്ക് എടുക്കുന്നുണ്ട്. എന്റെ പൊന്ന് അറിയാ. ഒന്നാമതേ ഹെൽമെറ്റ് ഇല്ല അതിന്റെ ഇടയ്ക്ക്. സ്മോക്ക് ഇട്ടത് അടിക്കടാ, അവന്റെ അടിച്ച് തല പൊളിക്കടാ. ഇവിടെ ഉണ്ടോ കഴിവ്? വീക്കോലും തീരില്ലേ?
രണ്ടുപേരും പീക്ക് ചെയ്യുന്നുണ്ട്. ഒരാളും കൂടി പീക്ക് ചെയ്ത് അടിച്ചാൽ അവന്മാർ ഈസി ആയിട്ട് വീഴും. ഈ സ്നൈപ്പർ അങ്ങാനുണ്ട് ഒരാൾ ഒറ്റ അടി. ആ മഞ്ഞ മാർക്ക് നോക്കി നോക്കി. ഈ മഞ്ഞ മാർക്ക് ചെയ്യുന്നുള്ള ആംഗിള് ആ സ്നൈപ്പർ ഇട്ടാ രണ്ടുപേരും പീക്ക് ചെയ്യുക. എന്ത് അടിപൊളി മേലാളത്തി നിന്റെ വെളിയിൽ നിന്ന് കളിച്ചാ ഓ ഓക്കെ ഒരു മേലാളത്തിയ വില്ലത്തി എവിടെ എത്തിയാലും മരത്തിന് പറയല് നോക്കാക്കിയത് അപ്പുറത്തെ സൈഡിൽ വെക്കുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്നാണ് എന്നെ അടിച്ചേ. ഞാൻ നോക്കുന്ന ഹെൽമെറ്റ് ഇല്ലടാ അതാ വീഴുന്നത്. ജോക്കിനടിച്ചോ ഞാൻ ആലോചിക്കുന്നു. ബാബു ബാക്കി തന്നെ നോക്കിയോളാം. ചിന്തേട്ടാ കാണാൻ വീക്കിടുന്നില്ലല്ലോ നൈസ് ഷോട്ട്. ഞമാരെ പീക്ക് ചെയ്യൂല, മറ്റേ റിവാക്കുന്നവരെ പീക്ക് ചെയ്യൂല. ആ കണ്ടു. അവനൊരു ഷോട്ട് കൊണ്ട് പക്ഷെ കാര്യമില്ല. സ്നൈപ്പർ ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടോ, ഒറ്റ അടിയിൽ വീഴും. നമ്മള് പൊതിയപ്പെട്ടിരിക്കുകയാണ്. സുപ്പോ ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ ഇതിനെ നോക്കിയതല്ലോ അണ്ണാ. എന്റെ ഫസ്റ്റ് വില്ലത്തി ഞാൻ ഇവിടെ നോക്കിയതല്ലോ. നീ അവിടെ നോക്കിയാ നോക്കുന്നില്ലല്ലോ. പക്ഷെ ഒരു പീക്കൂല് തന്നിട്ടില്ല. ബാക്കിലെത്തി താഴെ എത്തി ഏട്ടാ ഈ പട്ടികള്. അവിടെ മേളി ബാബു മേളിലാണോ? എവിടെടാ? ഏത് സൈഡിലാണ് ആള്? ഇവിടെ ഇവിടെ പറഞ്ഞ നമ്മുടെ ബാക്കിലത്തെ മലയുടെ മുകളിൽ. അടുത്ത റൗണ്ട് കൂടി ഈ സൗണ്ട് കഴിഞ്ഞ് സോണും പോകും. താഴെ എവിടെ ഉണ്ടല്ലോ. മലയുടെ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ടോ? എനിക്ക് സൗണ്ട് താഴെ നീക്കുന്നുണ്ടോ? അല്ല മുകളിൽ നിന്നാണ്. മുകളിലല്ലേ അടിക്കുന്നത്? മലയുടെ മുകളിൽ തൊട്ട് ബാക്കിലത്തെ ആ പട്ടിയാണ് എന്നെ അടിച്ചത്. ഓ റൈറ്റിൽ റൈവലെ ആടാ ഏരിയ കാണാൻ പറ്റൂല. ഇഷ്ടംപോലെമാരുണ്ട്. മാച്ച് ലോഗ് നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം. ടീം 26. ഇവന്മാർ എന്റെ സൈഡിലോട്ടൊന്നും പീക്ക് ചെയ്യുന്ന കൂടിയില്ല. കേറാൻ ചോദിച്ചാൽ ബാക്കിൽ നിന്ന് മറ്റവന്മാരടിക്കും. അമ്മമാരോട്ട് അടിക്കുന്നുണ്ട്, മനസ്സിലായ? ഓപ്പൺ ചെയ്താ പോലെ അതിന്റെ ബിൽഡിങ്ങിന് മുകളിൽ ഓപ്പൺ ഉണ്ട്. അതിന്റെ പറയല് അവിടെ മുകളില് അപ്പുറത്തെ അവിടെ ഉണ്ടോ? അതിന്റെ മുകളിൽ തന്നെ ബിൽഡിങ്ങിന് മുകളില് മഞ്ഞ ഇടിയുന്ന ബൈക്കിന്റെ ടയർ ഇവൻ ആണോ മുകളിൽ ബിൽഡിങ്ങിന് മുകളിൽ ഇതേത് പോയി ഏത് ബിൽഡിങ്? അവിടെ തന്നെ ഉണ്ടായിരുന്നുണ്ട്. വല്ല താഴോട്ട് ഓടിയവൻ. ഇവിടെ രണ്ടുപേരുണ്ടോ? സ്നൈപ്പർ. ഇവനാണ് സ്നൈപ്പർ. കണ്ടു. ജോക്കെ അവനെ എടാ ഈ വീടറാ. ഈ വീട് മഞ്ഞ ഈ വീടില് സോണിപ്പോ എന്ത് ചെയ്യാൻ? ചിപ്പുണ്ടാടാ കയ്യിൽ എന്തേലും?
എവിടെ നിന്ന് അടിക്കുന്ന ഇവൻ? ഇവനെപ്പോ എവിടെ നിന്ന് അടിച്ചത്? ഇപ്പൊ അടിച്ചത് ഇതിന്റെ ബാക്കിൽ നിന്ന്. ഏതിന്റെ ഒക്കെ? ഇവിടെ എന്റെ നീല മാർക്കില്. അതിന്റെ അകത്താണ്? ആ അകത്ത് കണ്ടാ നീ? ആ അതെ ഇതിനകത്തുണ്ട്. ഞാൻ പക്ഷെ പീക്ക് ചെയ്ത് നിന്നാ എനിക്ക് അടിയിട്ട്. ആരാ പുഷ് ചെയ്യുന്നു? പറകിലെത്തുമ്പോ പുഷ് ചെയ്യട്ടെ പുഷ് ചെയ്യുന്നില്ല. അമ്മനെ വേറെ എവിടെ ഇട്ടേക്കുന്നേ? മറ്റേതായിരിക്കും മറ്റേ റീകോൾ മറ്റേ ഇട്ട് പോവാണ്. പോവാണ് എമർജൻസി പിക്കപ്പെട്ട് പോവാണ് അമ്മര്. ഓ അമ്മര് കേറി പോയട്ടോ. അതായി അടി അടിക്കുന്നേ. നീ വിചാരിച്ച് ഞങ്ങളാന്ന് വിചാരിച്ചല്ലേ? അളയന്മാർക്ക് പണി കിട്ടിയേട്ടാ. മറ്റവൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ വേദില്ല. നീല ബിൽഡിങ്ങിന്റെ ബാക്കിലോട്ട് എടുത്താ കിട്ടിയില്ല. നിങ്ങൾ ഇവിടെ തന്നെ ഫൈറ്റ് ഇടാ. ഈ കാറെടുത്ത് പോകൂടെ നിങ്ങക്ക്? എന്നാ പോകുമ്പോ ഷിപ്പ് എടുത്ത് വില്ലത്തിടാ. ചിപ്പ് എടുക്കോ ബാബു? എവിടെയാണ്? ഓ വില്ലത്തിലെ ഷിപ്പ് എവിടെ? എനിക്ക് കാണത്തില്ല, നിങ്ങൾക്ക് കാണുള്ളൂ. ഇവിടെ തന്നെ ഫ്രണ്ട് തന്നെ ഉണ്ട് ബാബു. ലെഫ്റ്റിൽ ഈ കോർണറിൽ എവിടെ കാണിക്കുന്നത് നോക്കി. നേരെ എത്ര ചിപ്പ് ഉണ്ടായിരുന്നു എന്റെ കയ്യില്? ടയറങ്ങ് ടയറാണ് അടിച്ചോട്ടിട്ടുണ്ടോ? വണ്ടികൾ പൊട്ടിക്കടാ. ടയർ പൊട്ടിക്കടാ ബാബു. അതിന്റെ വണ്ടി കിടക്കുന്ന ഞാൻ ചാടി ഇറങ്ങിക്കുന്നു അവിടെ. 130 കണ്ടാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഈ വണ്ടി വേണ്ട എടുക്കോ? വണ്ടിയുടെ എടുത്താണ്. ഇവിടെ നിന്ന് ഇറക്കൂടെ? ഒന്നും ഇല്ല. ഹീലിങ്സ് ഇല്ലേ? ഇല്ല ഹലോ ഹീലിങ്സ് ഇല്ലേ? ഇല്ല അപ്പൊ അവിടെ കൊണ്ട് നിർത്താം. എന്നിട്ട് നമുക്ക് പോകാം. ഞാൻ ചാവോ? ഇല്ലടാ വെയിറ്റ് ചെയ്യടാ. ചാവില്ല. ഞാൻ ഫസ്റ്റ് എയ്ഡ് അടിച്ചോട്ടെ. എന്നിട്ടാണോ പറഞ്ഞത് എന്റെ ഒന്നും ഇല്ല? ബാൻഡേജ് ഇല്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ നൈസിന് ആ ബാൻഡേജും കിട്ടി. ബാൻഡേജ് ഇല്ലായിരുന്നു. ഇവൻ റാസ്കലാണ്. റാസ്കൻ ഞാൻ വെളിയിൽ സംസാരിച്ചോണ്ടിരുന്നാണ്. ഫസ്റ്റ് എയ്ഡ് ഇല്ലേ? ഞാൻ ഹെഡ്ഫോണിൽ കൂടെ നിങ്ങളെല്ലാം കൂടെ എന്നെ കിടന്ന് വിളിക്കണത് കേട്ടെ. എന്താണ് കാര്യം കേട്ടില്ല. ഇതിനകത്ത് ഞാനിപ്പോ എവിടെ വരുന്നേ? എനിക്ക് ഞങ്ങളെ എവിടെ എത്തുന്നു കേറട്ടെ. അപ്പൊ ഇതൊക്കെ കാര്യം ഞാൻ ചത്രേ. വേറെ സ്ഥലമില്ല. എവിടെയും ഇറങ്ങ്. നമ്മള് ഒന്ന് ഇതാക്കാം. നിങ്ങൾ ആ വീട് അവിടെ വീട് മൊത്തം ആൾക്കാരെ. എന്റെ അമ്മോ പാമ്പായിട്ടാ കിടക്കുന്നടാ. എടാ എന്നെ സ്മോക്ക് ചെയ്യടാ. വരണ്ട പോ. എന്തിനടേ ഇതൊക്കെ? എന്തിന് പറ? വണ്ടി പോകുമ്പോ ഹെഡൊക്കെ അടിക്കുന്നതൊക്കെ കറക്റ്റ് കൊള്ളുന്നതൊക്കെ നോക്കിയാണ് അവനൊക്കെ അടിക്കുന്നത്. എന്റെ പെട്ടിയില് വേണേ പോയി എടുത്തോ. ഇല്ല എടുക്കാൻ വരും. എടുത്തോ. സ്മോക്ക് ഇട്ട് വരുമെങ്കിൽ എടുത്തോ. പിന്നെ അതേ ഉള്ളൂ. അണ്ണൻ എവിടെ നിന്നാണ് അടിച്ചു ഈ പട്ടികള്? പട്ടികളെ എടാ ബാബു ചിപ്പ് പെട്ടെന്ന് ചിപ്പ് എടുക്കാൻ പറ്റുമോ?
വണ്ടി പോ ഇട് നടന്നൊക്കെ ചാത്ത എന്റെ വണ്ടി പോയി. നിന്റെ വണ്ടിയിലെ അവിടെ നിർത്തി അതെവിടെ പോയി വണ്ടി എന്തിയേ? എടാ നീ മാപ്പില് വണ്ടി ഇവിടെ കാണിക്കുന്ന മാപ്പില് വണ്ടി, പക്ഷെ വണ്ടി ഇല്ല. എടാ നീ ബാക്കിലോട്ട് രണ്ടര കൊണ്ട് നിർത്തിയത് ബാബു. അതെ ഉരുണ്ട് പോയാ നോക്ക് നീ ഇനി. ആ വണ്ടി ഉരുണ്ട് പോയി. ഇവ എന്നിട്ട് ന്യായം പറയാ. സരക്കണ എന്റെ ഈ വണ്ടി വല്ലതും കയറി പോവും. വണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നു നോക്ക്. പറയല്ലടാ ഉരുണ്ട് പോയതാണ്. നീ നിർത്തുന്ന സ്ഥലത്ത് നീ നിർത്തിയ എവിടെ ഇറങ്ങിയ അതേ കാണിക്കും. അല്ലാതെ വണ്ടി നീ ഇത് എവിടെ കൊണ്ട് ഉരുണ്ട് പോയാതൊന്നും കാണിക്കൂല. ഞാൻ നിർത്തിയത് അവിടെ, ഞാൻ ഫ്രണ്ടിലാ നിർത്തിയിരുന്നേ. അത് ഒരിടത്തും കാണാനില്ല വണ്ടി. ഇമാതിരി ന്യായം പറച്ചില് എന്റെ അമ്മോ. എന്നാലും സമ്മതിക്കില്ല. ഉരുണ്ട് പോയ എണ്ണ പോയതാണെന്നൊന്നും അറിയത്തില്ല. അന്ന് പറയൂല ഞാൻ ഇവിടെയാണ് നിർത്തിയത്, വണ്ടി ഇവിടെ നിന്ന് എങ്ങനെ പോയത് എനിക്ക് ഒത്തിരി പോടാ. വണ്ടി മാഞ്ഞു പോയെന്ന് നിനക്ക് അത്ര വേണ്ടി വണ്ടി മാഞ്ഞു പോയി. ഇവനൊക്കെ ആരടാ 2 HP ഉരുണ്ട് പോയി ലൈവിലുണ്ടെന്ന് കണ്ടാ. എന്റെ പൊന്നോ കള്ളൻ, ശരിയായ കള്ളൻ. സത്യം പറഞ്ഞ ഈ വണ്ടി ഞാൻ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോ 1 മിനിറ്റടാ. എക്സിറ്റ് ഡെസ്ക്ടോപ്പ് പിടിച്ചു കൊടുത്തു. അങ്ങനെ ഒരു വേണം. എന്നെ തന്നെ വിളിച്ചതാ. ഇവര് രോക്കായപ്പോഴത്തേക്ക് ബാബു വണ്ടിയും കൊണ്ട് നേരെയൊക്കെ പോയ വഴി പോയി. എന്നിട്ട് ന്യായം വണ്ടിയും കൊണ്ട് വെള്ളത്തിൽ അല്ല വണ്ടിന്ന് ചാടി നേരെ ഇറങ്ങി വണ്ടി ഉരുണ്ടങ്ങ് പോയി. എന്നിട്ട് ലൈവ് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറയടേ വണ്ടി മാഞ്ഞു പോയെന്ന് ഇവിടെ നിന്ന്. വണ്ടി എടുത്തോണ്ട് ഞാൻ കുറെ കൂടെ ഫ്രണ്ടിൽ എന്റെ വാസ്തു പറഞ്ഞാൽ എന്നെ കണ്ടില്ല. അക്ഷയ് CRC ബ്രോ താങ്ക് യു ബ്രോ. കണ്ടില്ല, സോറി താങ്ക് യു സോ മച്ച്. പറ അല്ല അണ്ണാ, ഞാൻ വണ്ടി കൊണ്ട് ഫ്രണ്ടിലോട്ട് പോയി കുറച്ച്. എന്നിട്ട് അണ്ണന്റെ പെട്ടി എടുക്കാൻ വേണ്ടിട്ട് വണ്ടി കൊണ്ട് ആ വളവിൽ നിർത്തി ഇറങ്ങിയത് എന്റെ ഹെൽത്ത് അങ്ങ് പോയി. അപ്പൊ വണ്ടി ഞാൻ നിർത്താൻ നിന്നില്ല ഫുള്ളായിട്ട്. അയ്യോ എല്ലാത്തിനും ന്യായം. കൺവിൻസ് ചെയ്യാൻ നോക്കിയതാണ്, നടന്നില്ല. സത്യം ലൈവ് സഹിതം ബുക്ക് ചെയ്യല്ലായിരുന്നു. വണ്ടി മാഞ്ഞൊക്കെ പോയത്.